നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനലുകളിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് നിങ്ങൾക്കൊരു റിലീഫ് റാലിയാണ്. 120 പോയിന്റ് പ്ലസ്. ഇന്ന് ഈവനിംഗ് തന്നെ ഇറക്കി വിടുന്നോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാണ് ഇറക്കി വിടുന്നത് എന്ന് പറയാൻ പറ്റൂല. എന്തിനാ ഈ റിലീഫ് റാലി കൊടുത്തത് എന്ന് നോക്കിയാൽ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ 3.1 ബദലായിട്ട് 2.7 വന്നിരിക്കുന്നു. ഇത് കാരണം ഇന്നലെ അമേരിക്കയിൽ ഒരു വലിയ റാലി ഉണ്ടായി. അമേരിക്കയിൽ ഒരു റിലീഫ് റാലി കിട്ടുവാണെങ്കിൽ നമുക്കും ഇവിടെ ഒരു റിലീഫ് റാലി കിട്ടും, നിങ്ങൾ എൻജോയ് ചെയ്തോ എന്ന് പറഞ്ഞ്. ഈ റിലീഫ് റാലിയിൽ വലുതായിട്ട് തൂക്കിയത് എല്ലാം നമ്മൾ IT സ്റ്റോക്സ് ആണ്. സോ ഈ IT സ്റ്റോക്സിൽ നമ്മൾ ലോങ് ആയിരിക്കുന്ന കാരണം നമുക്ക് വിഷമമില്ലാതെ കാലം ഓടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ IT സ്റ്റോക്ക് പിന്നെ ഈ ഫാർമ സ്റ്റോക്ക് എന്ന് പറയുന്നത് താഴെ വീഴുന്ന ഒപ്പം നമുക്ക് നല്ല ന്യൂസാണ്. ഇന്നത്തെ ദിവസത്തിനും രൂപയ്ക്ക് ഹോളിഡേ കൊടുത്തിരിക്കുന്നു. മണ്ടയിലിരുന്ന് തിരികെ തുടങ്ങും രൂപയുടെ ഫാൾ. ഇതാണ് ഇന്നുള്ള മുഖ്യ ന്യൂസ്. എത്രയും ദിവസം ഇത് താങ്ങും എന്ന് നിങ്ങൾ ചോദിച്ചാൽ ആരെ കൊണ്ട് പറയാൻ പറ്റൂല. ഇന്ന് സ്വർണത്തിന്റെ വില 60 രൂപ ഇറങ്ങിയിട്ടുണ്ട്. വെള്ളിയും 3 രൂപ 4 രൂപ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കാരണം എന്താണ് നടക്കാൻ പോകുന്നു എന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് ലോകത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ള ന്യൂസ് എന്തെന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ജപ്പാനെ കുറിച്ചാണ്. നിങ്ങൾ ന്യൂസ് കേൾക്കുന്ന മുമ്പേ ഇൻട്രസ്റ്റ് റേറ്റിന് അവർ കയറ്റിയിരിക്കും. ഇന്ന് ന്യൂസ് ഇത് ക്ലിയർ ആയിട്ട് വന്നിരിക്കും. ബാങ്ക് ഓഫ് ജപ്പാൻ ആണ് ഫൈനാൻഷ്യൽ ടു ദി വേൾഡ്. 25 വർഷം 30 വർഷമായിട്ട് ലോകത്തിന് കാശ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ. ഈ ബാങ്ക് ഓഫ് ജപ്പാൻ ഈ 0.75 വന്നിരുന്നെങ്കിൽ ഇത് തന്നെ അവരെ 30 ഇയേഴ്സിൽ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് 4% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 30 വർഷത്തിൽ അവരെ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ 0യിൽ നിന്ന് 0.75 പോയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 3 മടങ്ങ് കയറിയിട്ടുണ്ട്. ഇതേ ന്യൂട്രൽ റേറ്റ് അല്ല, ഇന്നും ഒരു 0.25 കയറ്റണം എന്ന് പറയുന്നു. അഡീഷണലായി ഇന്നും ഒരു 0.25 കൂടെ വരും. ഇത് കാരണം വലുതായിട്ട് മൂവ് ആയില്ല എന്ന് പറഞ്ഞാൽ എന്ത് ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ അത് ഇന്നും കുറച്ചും കൂടെ എങ്ങനെയെങ്കിലും കയറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷനാണ്. അതിൻ്റെ ശേഷം ഇന്നൊരു കാര്യം ഞാൻ പറയുന്നു. ഒരുപാട് ETF ഇവർ വാങ്ങി വച്ചിരിക്കുന്നു. ജാപ്പനീസ് ETF ബാങ്ക് ഓഫ് ജപ്പാൻ വാങ്ങിയിരിക്കുന്നു. അമേരിക്കൻ ETF ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അസറ്റ് മാർക്കറ്റിൽ ജാപ്പനീസ് മാർക്കറ്റ് താഴെ വീഴാതെ ഇരിക്കണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നത്. അമേരിക്കയിൽ വെറും ബോണ്ടിനെ തന്നെ വാങ്ങിയായിരുന്നു. ഇവിടെ ETF ഒക്കെ വാങ്ങി കോർപ്പറേറ്റ് പ്രൈസ് ഒക്കെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ കോർപ്പറേറ്റ് ETF സ്റ്റോക്ക് മാർക്കറ്റിൽ വാങ്ങിയതിന് പതിയെ അന്വയം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നടക്കുവാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റിൽ കുറേ പ്രഷർ ഇരിക്കും. എന്തെന്ന് പറഞ്ഞാൽ ജപ്പാൻ ഗവൺമെൻറ് പല മടങ്ങ് ലാഭത്തിന് ഈ ETF വിൽക്കാൻ പോകുന്നു. പക്ഷേ ഈ ETF വിൽക്കുന്നത് വന്നിട്ട് പല കൊല്ലം ഓടും എന്ന് എല്ലാവരും വിചാരിക്കുന്നു. ഇത് കാരണം കുറേ ബാങ്ക് ഓഫ് ജപ്പാൻ വന്ന് ETF വിൽക്കാൻ പോകുന്നു. ഇത് കാരണം ജാപ്പനീസ് സ്റ്റോക്സ് ഒക്കെ കുറച്ച് വോളറ്റൈലായിരിക്കാൻ ഹൈലി പോസിബിലിറ്റീസ് ആണ്. ഇവിടെ ഹോക്കി റെഡി ആയിരിക്കുന്നു. ഹോക്കിനെ എടുത്തിട്ട് എപ്പോൾ ഓടണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഇപ്പോൾ ഓടുന്ന സമയമല്ല. പക്ഷെ വീഴുന്നുവെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് വച്ചിരിക്കുവാണെങ്കിൽ കയ്യിൽ എൻ്റെ അനിയൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറയും എപ്പോൾ ഹോക്കി എടുക്കണമെന്ന്. അതാണ് ബാങ്ക് ഓഫ് ജപ്പാനിൻ്റെ കഥ. ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇന്ത്യൻ ന്യൂസിനെ നോക്കാം. റിലയൻസ് വന്നിട്ട് ഉദയം പരിപ്പിനെ വാങ്ങിയിരിക്കുന്നു. നല്ല ബ്രാൻഡാണ്, പഴയ ബ്രാൻഡാണ്. ടാറ്റയുടെ ഒപ്പം നമുക്ക് കോമ്പറ്റീഷൻ ചെയ്യാമെന്നാണ് റിലയൻസ് വാങ്ങിയിരിക്കുന്നു. എന്നെ പൊരുത്തമട്ടിൽ ഉദയത്തിന് ഇത് ഒരു ബാഡ് ടൈമാണ്. പല ബ്രാൻഡിനെ റിലയൻസ് ഇല്ലാതാക്കിയതുപോലെ ഈ ബ്രാൻഡും ഒരു 10 വർഷത്തിൽ ഇല്ലാതെ പോവും. അതുപോലെ തന്നെ HCL ടെക്നോളജി വന്ന് HCLൻ്റെ ടെലികോം യൂണിറ്റിന്, അതായത് ടെലികോമിൻ്റെ ബാക്ക് ആൻഡ് സോഫ്റ്റ്വെയർ കൊടുക്കുന്ന യൂണിറ്റിന് കാശ് കൊടുത്ത് വാങ്ങിയിരിക്കുന്നു എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഭാരത് എയർടെൽ എന്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു റൈറ്റ്സ് ഇഷ്യൂ മുമ്പേ കൊടുത്തിരുന്നു. ഞങ്ങൾ ചോദിച്ച സമയം കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞ ഇടത്തിൽ കാശിനെടുത്ത് ടേബിളിൽ വൈ എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഈ റൈറ്റ്സ് തനിയായിട്ട് ട്രേഡ് ആയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് മാർക്കറ്റിലും കയറിയിരുന്നു. സൺഫാർമയ്ക്ക് FDI വന്ന് കുറച്ച് വാർണിംഗ് കൊടുത്തിരുന്നു. അതിനെ സൺഫാർമ താഴെ വീഴുന്നു. സൺഫാർമ വീഴുന്ന സമയം അത് എനിക്കുമോ എന്നൊരു സംശയമുണ്ട്. ഇന്ത്യക്ക് ഡോളറിൽ ഒരു നല്ല ന്യൂസ് വരണമല്ലേ. MUFG ഗ്രൂപ്പ് എന്ന് മിറ്റ്സുബിഷിൻ്റെ ഫൈനാൻസ് ഗ്രൂപ്പ് വന്നിരിക്കുന്നു. ഇവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ശ്രീറാം ഫൈനാൻസിൽ 20% വാങ്ങിയിരിക്കുന്നു. ഈ 20% വാങ്ങിയുകൊണ്ട് ആരും എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 20% ഒരു ഫ്രഷ് ക്യാപിറ്റലായിട്ടാണ് ഇടുന്നു. അപ്പോൾ ഒരു സൗത്ത് ആഫ്രിക്കൻ കമ്പനി, ശ്രീറാം എംപ്ലോയീസ് പ്ലസ് ഈ MUFG 3 പേരും 20% വെച്ചിരിക്കും. 40% വന്നിട്ട് പബ്ലിക്കിൻ്റെ അടുത്താണ് ഇരിക്കും.
പക്ഷേ എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തിൽ ശ്രീറാം ഗ്രൂപ്പിന് കംപ്ലീറ്റ് ആയിട്ട് ഈ FIUMG വാങ്ങും എന്ന് ക്ലിയർ ആയിട്ട് അവർ സംസാരിക്കുന്നു. ഇത് കാരണം ഈ സ്റ്റോക്കിന്റെ വില കയറിയിരിക്കുന്നു. ₹1 ട്രില്യൺ കഴിഞ്ഞു, 1,43,000 കോടി അടുത്ത് പോയിരിക്കുന്നു. ഒരു ബെസ്റ്റ് പെർഫോമിംഗ് കമ്പനി ആയിട്ടിരിക്കുന്നു. രാജ് ഫൈനാൻസിന് ശേഷം ഇതാണ് വാല്യുവേഷൻ. ഇൻഡസ്ഇൻഡ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക് ഇതൊക്കെ കഴിഞ്ഞ് വാല്യുവേഷൻ വളരെ കൂടുതലായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് എല്ലാ വാല്യുവേഷനും കാരണം MUFG കമ്പനി വിഴുങ്ങാൻ പോകുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ വലിയ സീരിയസ് ഒന്നും എടുക്കണ്ട. ടിക്ടോക്ക് ഒരുപാട് ദിവസം സംസാരിച്ച് അമേരിക്കയിൽ ട്രംപിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ ഇടാൻ പോകുന്നു. അതായത് ട്രംപ് ഡിസൈഡ് ചെയ്തിരിക്കുന്നു. അവരെ സുഹൃത്ത് ലാരി ഹാരിസൺ തന്നെ ഈ ടിക്ടോക്ക് ജോയിൻറ്റ് വെഞ്ചറിൽ പാർട്ട്ണറായിരിക്കുന്നത്. സിൽവർ ലൈൻ ഡെൽ ഗ്രൂപ്പിന് ചേരും. ഇത് ക്ലോസ് ആയവരാണ് ഡെൽ ഗ്രൂപ്പിന്. വരും ഇതിൽ പാർട്ട്ണറായിട്ടിരിക്കും എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ട്രംപ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ടിക്ടോക്കിൽ പാതി കാശിന് അമേരിക്കയ്ക്ക് കൊട്, ഞാൻ പറഞ്ഞ ആളിന് കൊട്, അപ്പോൾ തന്നെ ഇത് കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ വരാതെ ഒരു വെള്ളക്കാര കമ്പനി ഹൽദിറാമിൽ തിരികെ ഒരു സ്റ്റേക്ക് വാങ്ങിയിരിക്കുന്നു. ഹൽദിറാം 1%, 2% എന്ന് ഇവിടെ അവിടെ എന്ന് സ്റ്റോക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു. അതിൽ ഈ ഗ്രൂപ്പും ഹൽദിറാമിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നു. അടുത്ത കാര്യം, നിസാൻ എന്ത് ചെയ്യുന്നു എന്നാൽ ഇന്ത്യയിൽ പല മോഡലുകളിൽ ഇറക്കി ഇന്ത്യയിൽ സൂപ്പറായിട്ട് കാർ ഓട്ടാൻ പോകുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നു. പക്ഷെ നിസാൻ വന്ന് ലോകത്തിൽ ബോണ്ടി ആഹാൻ പോകുന്ന ഒരു കമ്പനിയാണ്. ബോണ്ടി ആയതിൻ്റെ ശേഷം തന്നെ ഇന്ത്യയിൽ എന്താകുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അടുത്ത വലിയ ന്യൂസ്, മാരുതി എന്ത് പറയണമെന്നാൽ ഏറ്റ വന്നാലും ലേറ്റസ്റ്റാ വരും എന്ന് പറഞ്ഞ് EV മാർക്കറ്റിൽ ഞങ്ങൾ എൻ്റർ ആയിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ചാർജിങ് പോയിന്റ് ഇതൊക്കെ ഇട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങുമെന്ന് പറയുന്നു. ഇന്ന് അവർ വെള്ളത്തിൽ ഇറങ്ങാമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വിറ്റാര ലോഞ്ച് ചെയ്യാമോ എന്ന് നോക്കിക്കൊണ്ടിരുന്ന സമയത്തിൽ ടാറ്റ പല വണ്ടികളിലും ലോഞ്ച് ചെയ്ത് 8000 വണ്ടിക്ക് മുകളിലാണ് വിൽക്കുന്നു. JSW-MGയും വിൽക്കുന്നു. ആറ്റിൽ ഇറങ്ങുന്നു എന്ന് നോക്കാം. ഇതുവരേക്കും മാരുതി ഇറങ്ങിയതുപോലെ ഇല്ല. ചൈന മാർക്കറ്റിലിരുന്ന് സുസുക്കി ഓടിപ്പോയ കഥയിനെ നമ്മൾ മറക്കരുത്. ITC വന്നിട്ട് 3 പുതിയ വലിയ ഹോട്ടൽ തുറക്കാൻ പോകുന്നു. ITCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയിലിരിക്കുന്നു. പ്ലസ് അങ്കീപൂരി ഗവൺമെൻറ് ഒപ്പം കട്ടിപ്പിടി വൈദ്യം ചെയ്ത് 3 വലിയ ഹോട്ടൽ തുറക്കാൻ പോകുന്നു എന്ന് പറയുന്നു. നല്ല തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു പ്രൊമോട്ടർ വിൽക്കുന്നു. അത് നിങ്ങൾ സിപ്പ് ഇടുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, ഇന്നൊരു പേര് വയ്ക്കാം എന്ന് പറഞ്ഞ് സിസ്റ്റമാറ്റിക് വെൽത്ത് ട്രാൻസ്ഫർ പ്ലാൻ. അതായത് നിങ്ങൾ സിപ്പ് ഇടുന്ന എമൗണ്ട് എക്സായിട്ട് പ്രൊമോട്ടർ വിൽക്കുന്നതിനും ഈക്വൽ ആയിരിക്കുന്നു. ഈ വർഷം 1.5 ലക്ഷം കോടി വിറ്റ് ഈ വാല്യുവേഷനിൽ പാക്കറ്റിൽ ഇട്ടിരിക്കുന്നു. അപ്പോൾ പ്രൊമോട്ടർ വിൽക്കുന്ന സമയം നിങ്ങൾ വാങ്ങുന്നത് തെറ്റാ എന്ന് നോക്കിക്കോ. പ്രൊമോട്ടർ വിൽക്കുന്ന സമയം നിങ്ങൾ വാങ്ങരുത്. അടുത്തത്, ഇന്നും ബാങ്കേഴ്സ് എന്ത് വിചാരിക്കുന്നു എന്നാൽ, അതായത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ്, ഗവൺമെന്റ് സാക്സ്, JP മോർഗനൊക്കെ എന്ത് പറയുന്നു എന്നാൽ IPO ബൂം ഇതിനോടെ തീരൂല. ദീർഘൽ കാശിനെ സ്പെൻഡ് ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കുന്നു. ഞങ്ങൾ ഇന്നും കാശിനെ ഇറക്കാൻ പോകുന്നു എന്നും പറയുന്നു. കാശിന് നിറയെ പ്രൊമോട്ടേഴ്സ് വിൽക്കാൻ പോകുന്നു എന്നും പറയുന്നു. കാരണം IPO ബൂം അടുത്ത വർഷവും നടക്കും എന്ന് അവർ ക്ലിയർ ആയിട്ട് പറയുന്നു. ICICI പ്രൊഡൻഷ്യൽ ഇന്ന് ലിസ്റ്റായിരിക്കുന്നു. 20% പ്രീമിയമിലാണ്. അടുത്ത വർഷം 20% പ്രീമിയമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും. ICICI സെക്യൂരിറ്റീസ് എല്ലാം ചെയ്തിരിക്കുന്നു എന്ന്. ഇതുപോലെ ഒരു പ്രാവശ്യം ICICI സെക്യൂരിറ്റീസ് ICICI ഗ്രൂപ്പിൽ അകപ്പെട്ടു പോയി. കാരണം ഈ 20% പ്രീമിയം ഒക്കെ നിങ്ങൾ വലുതായി എടുക്കണ്ട. ഓവറാളാ ഇന്ന് ഇതാണ് ന്യൂസ്. സ്വർണം കുറച്ച് വിലുവാണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാം. സ്വർണത്തിനെ കുറിച്ച് വേൾഡ് ഗോൾഡ് കൗൺസിലിൽ ഒരു എക്സ്പെർട്ട് പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. വേൾഡ് ഗോൾഡ് കൗൺസിലേ പറഞ്ഞിരിക്കുന്നു സ്വർണം വന്നിട്ട് 1,95,000 കഴിഞ്ഞ് പോകുമെന്ന്. ഇത് ടാക്സിന് മുമ്പേ 24 കാരറ്റ് ഗോൾഡ് 19,500 എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ല, വേൾഡ് ഗോൾഡ് കൗൺസിലാണ് പറയണത്. ഈ വർഷത്തിൻ്റെ അകത്തേ വരാമ എന്നാണ്. ഒരെണ്ണം മേളിൽ കയറേണ്ട ചാൻസ് ഏതുകൊണ്ട് ബ്രൈറ്റ് ആയിരിക്കുന്നു എന്നാൽ മിക്കയിൽ ഇൻഫ്ലേഷൻ കുറയുന്നു. മുൻപ് ആൾ വരുവാണെങ്കിൽ പെട്ടെന്ന് എല്ലാ റേറ്റും ചെയ്യും. ഗോൾഡ് പിന്നെ റോക്കറ്റിൽ കയറും. ഗോൾഡിന് നിങ്ങൾ അങ്ങനെ തന്നെ വച്ചിരുന്നോ. ചാൻസ് കിട്ടുന്ന സമയം 1, 2 എന്ന് കൺസിഡർ ചെയ്യാം. ഇതൊക്കെയാണ് ന്യൂസ്. നന്ദി, നമസ്കാരം.